ഒന്നാമതായി ഈ ജുമാ മൂന്നാമത്തെ വളരെ വിലാസമാണ് ജുമാക്ക്. പിന്നൊരു ജുമാ റമദാനിലെ ജുമാ കിട്ടുമെങ്കിൽ പിന്നത്തെ വർഷ 27ാമത്തെ വർഷത്തിൽ റമദാനിലെ ജുമാ ആയിട്ടുണ്ട്. അതുപോലെ ചെപ്പു ഉണ്ണി മുഹമ്മദിയാനെ ഉണ്ണിക്ക് വിളിച്ചുകൊണ്ടിരുന്ന അക്കരക്കാരെ മനസ്സിലുള്ള മക്കൾ അവർക്കുണ്ടാവും. ഇന്ന് പോണ കേട്ടിട്ട് ദഫൻ ചെയ്യപ്പെട്ടു. മറഹമത്തും പ്രധാനപ്പെട്ടു. കൂട്ടക്കാർക്കെല്ലാം ക്ഷമ സബറുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ഒരു ഗിഫ്റ്റ് പോലെ നമുക്ക് ഈ ഞാമത്ത് ഇങ്ങനെയുള്ള റമദാൻ എന്നുള്ളത് ഒരു ഗിഫ്റ്റ് ബാക്കി തിന്നലും പിന്നെ പത്രാസന ജീവനുള്ള ഗിഫ്റ്റ്. ഇത് അള്ളാന്റെ ഒരു പ്രത്യേക ഹദിയാണ്. അത് ലഭിക്കപ്പെട്ടെങ്കിൽ ഒരു വലിയൊരു ഹൈർ ലഭിക്കപ്പെട്ടു. മൻ ഹുരിമൽ ഹൈറു കുല്ലഹു കുല്ലുഹു മഹ്റൂം. അല്ലാഹു റസൂലിനെ വാഗ്ദാനം. ഈ ഹൈർ ആർക്ക് ലഭിക്കപ്പെടില്ല, അതിക്ക് വേണ്ടി പ്രയത്നിക്കില്ലെങ്കിൽ സർവവും ഹൈർ കേടാവും. അതുകൊണ്ട് ആദരിക്കപ്പെടണം. മാത്രമല്ല ഇന്ത്യജാവും പിന്നെ 17ാമത്തെ നാൾ ഹിജ്രി വർഷ 2ാമത്തെ ഹിജ്റവും റമദാന്റെ 2 വെള്ളിയാഴ്ച സുബഹിക്ക് നടന്നപ്പോൾ ചിലങ്ങനെ ചൊല്ലുമ്പോൾ വലിയ ഗംഭീരമായ യുദ്ധമല്ല പോകും. അങ്ങനെ ഗംഭീരത്തിലുള്ള ആളെ ജനബലത്തിലല്ല, ജനബലം ആ മുന്നോട്ട് ചെല്ലാൻ ആളുകൾ ഏത് അവസ്ഥയിൽ ഇന്നങ്ങനെ എങ്ങനെ എന്ന് നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി മുഖേന അങ്ങ് വെളിപ്പാട്ടിയ ആ പഠിപ്പും ആദർശവും ആശയവും ഹിറ്റ്ലറിന്റെ യുദ്ധം പോലെ അല്ല. ഇപ്പൊ നടക്കുന്ന യുദ്ധം ഇറാനും തുടങ്ങിയതെല്ലാം മിഡിൽ ഈസ്റ്റിലുള്ള പോലെ വന്നു. എങ്കിലും ബർക്കത്തും റഹ്മത്തും ചൊരിക്കപ്പെട്ടില്ല. ഇത് ഇതുപോലെ ഒരു അൺഎക്സ്പെക്റ്റഡ് തീരുമാനമല്ലേ. അത് അല്ലാഹു റസൂലിന്റെ നുബുവത്തിന്റെ 1ാമത്തെ വർഷത്തിൽ ദഅവത്ത് എന്നുള്ള പ്രക്രിയ തുടങ്ങിയ മുതൽ ശത്രുക്കൾ ഉണ്ടായിരുന്നു. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കത്തെ ഉള്ളിലെ കുടുംബക്കാർ സ്നേഹിച്ച നബിയെ അപ്പുറം സ്നേഹിച്ച എല്ലാവരും ശത്രുക്കയിലേക്ക് ജന്റെ മുഹമ്മദ് നബിയെ ബഹിഷ്കരിച്ച വിഭാഗം ആയിക്കോട്ടെ. എനിക്കെല്ലാം പിടിയുണ്ട് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഗോപ കലപ്പോലത്തെ ഗലാട്ടല്ല പറഞ്ഞത്. ബദൽ പ്രതീമൊന്നും പഠിക്കേണ്ടത് ഒരു മുഅ്മിൻ ഒരു മുസ്ലിം പ്രതീമൊന്നും ബദലുടെ ആഗ്രഹിക്കുന്ന ആറ് മാധ്യമ രാത്രിയുടെ അച്ഛൻ തമാശാക്കാൻ അല്ലെങ്കിൽ ഒരു രാത്രിയുടെ തമാശാക്കാൻ ഇതല്ല. ഞങ്ങളെ ദിനചര്യ അതല്ല, ഞങ്ങളെ ജീവനാകാനാവാൻ തീരാം. പക്ഷെ ബദ്രിങ് ആര് എന്ന് മനസ്സിലാക്കും. ബദ്രിങ് ആര് എന്ത് ഈ പോരാട്ടം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാന്റെ 17ാമത്തെ ഈ നാൾ ഇസവി കണക്കാക്കുമ്പോൾ 624 മാർച്ച് 13 ഒരു തിങ്കളാഴ്ച സുബഹിക്ക് ഇസവി ഇത്ര ഹിജ്റ വർഷം അല്ലാഹു റസൂൽ റമദാന്റെ ഉപദേശത്തിലാക്കി മനുഷ്യന്റെ ജീവന എങ്ങനെ പേരു എന്നുള്ളത് റമദാനിലൂടെ പഠിക്കേണ്ടതുണ്ട്. അല്ല, റമദാനിലല്ല പഠിച്ചുകൊണ്ടുള്ള ഇപ്പം ഏതെല്ലാം ആഹാരം ഏതെല്ലാം സമയത്ത് ജാഗ്രതയാക്കാം. സുബൈക്ക് ബാങ്ക് അവർ മുതൽ വേഗ ബാങ്ക് ഒരു 5 മിനിറ്റ് മുന്നിൽ സ്റ്റോപ്പ് ആക്കുന്നുണ്ട്. ഏതെല്ലാം എത്ര വേഗം സ്റ്റോപ്പ് ആക്കണോ, ഏതെല്ലാം എത്ര വേഗം കഴിക്കണോ എന്നുള്ളത്
ദൈനംദിന ജീവനത്തിൽ വേണ്ടത് അത് ഒരു ടൈമിംഗ് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ശതമ അലൈക്കും എപ്പോഴേ ഈ ബദർ പണ്ട് മുതലേ അല്ലാഹു റസൂൽ ആദേശാക്കി നിങ്ങളിപ്പോ സാഹിബ് നോമ്പുകാർ ആരും നിങ്ങളെ കൊഞ്ഞനകാട്ട് വന്നെങ്കിൽ നിങ്ങളെ ആരെങ്കിലും ഉൾപ്പാട്ട് വന്നെങ്കിൽ ആരെങ്കിലും ചീത്ത ചൊല്ല വന്നെങ്കിൽ നിങ്ങൾ അപ്പുറം ചീത്ത ചൊല്ലല്ല എന്ന് പരിപാടി മുഹമ്മദ് റസൂലുള്ളാഹി റമദാൻ സ്വാഹിബ് അതും ഈ ബദറുകളുടെ വില കണക്ഷൻ ഇമാം റാജി കൊടുത്തു വില കണക്ഷൻ സിയാമുക്കും ഫൽ യസും സമഉക്കും ഫൽ യസും അദാനുക്കും ഫൽ യസും യദുക്കും ഇങ്ങനെ ഓതുന്നുണ്ടല്ലോ നിന്റെ നോമ്പ് നിന്റെ കൈക്ക് നോമ്പിക്കട്ടെ നിന്റെ കാൽക്ക് നോമ്പിക്കട്ടെ നിന്റെ അവയവങ്ങൾക്ക് നോമ്പിക്കട്ടെ നിന്റെ പൽക്കത്തിൽ നോമ്പിക്കട്ടെ കേവല നോമ്പ് അന്നാഹാര വഴിവാക്കലല്ല ഇങ്ങെല്ലാം പഠിച്ച് തരബീറ്റി പൂണ്ട ഒരു സഹാബാക്കളാവരും 300 ചില്ലാന ആളുകളാവരും അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചപ്പോൾ ഈ ബദ്രിക്ക് വേണ്ടി റെഡിയായി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിൽ വലഖദ് നസറകുമുല്ലാഹു ബിബദ്ർ ഇത് ചൊല്ല പിന്നെ ഊദ് പറഞ്ഞു വലഖദ് നസറകുമുല്ലാഹു ബിബദ്ർ ബദ്രിൽ വെച്ച് അല്ലാഹു നിങ്ങളെ സഹായിച്ചില്ലേ വഅൻതും അദില്ല ബദറിൽ നീ ആരായിട്ടുണ്ട് നിസ്സാരമായ എണ്ണത്തിൽ ബലമില്ലാത്ത പിന്നെ ഫൈനാൻഷ്യൽ സ്ഥിതി സമയമില്ലാത്ത ദൃഢമായ ആരോഗ്യമില്ലാത്ത സമാജത്തിൽ നിങ്ങൾ ഒരു സപ്പോർട്ടും ഇല്ലാത്ത നിങ്ങൾ എന്തിനു വേണ്ടി ഇത് എന്നുള്ള വിചാരിക്കുന്ന കാലഘട്ടത്തിൽ അന്തും അതില്ല നീ നിസ്സാരക്കാരായിട്ടുണ്ട് അങ്ങനെ ബാക്ക്വേർഡ് അത് ഇതെല്ലാം ചൊല്ലുകൊണ്ടുള്ളത് അതിന്റെ യഥാർത്ഥ നല്ല നല്ല അപ്പറ മക്കളെ ബഹിഷ്കരിക്കപ്പെട്ടപ്പോ അങ്ങനെ സമാജം നോക്കുന്നത് അറിയില്ല പിന്നെ പിന്നെ ആരുടെ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു വലിയ നിർദ്ദേശം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അത് കുറേ അതിന് മൂലം ഈ മദീനത്തിലെ സഹാബാക്കൾ പോണുള്ള കാരണങ്ങളെല്ലാം നോക്കുമ്പോ ഈ ബദറിന്റെ ഛായ ബദറിന്റെ സ്പിരിറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനത്തിൽ കൊണ്ടുവന്ന് ഉണ്ടാക്കിയ കഥകൾ ചൊല്ലുമ്പോൾ നമുക്ക് ഈ ടൈമൊന്നും വയ്യാതെ നമുക്ക് ജാഗരണ ജാവും കിട്ടും ഇൻഷാ അല്ലാഹ് ഒരു ചിലപ്പോൾ ചെല്ലാം ആ സഡൻ ഒരു തീരുമാനം വേണ്ട നമുക്കൊരു ഇഷാരത്ത് മാത്രമാക്കണം മക്കത്തെ ഒരു വിഭാഗം ഇപ്പറമുണ്ട് എന്തിനു വേണ്ടി അബൂ സുഫിയാനും തുടങ്ങിയ കൗമ എല്ലാവരും ബസറ കൊല്ല പോയിട്ട് ഞങ്ങൾ പഴയ ആൾമാരോട് കേട്ട ആചാര്യപറ്റി ഹെൽത്തിന്റെ കച്ചവടാക്കും പോലെ എല്ലാവരും കാശ് കൊണ്ടുപോയി ചെമ്മ കച്ചവട വസ്തുക്കളെ കൊണ്ടുപോകാൻ മക്കത്തേക്ക് മാറിയിട്ട് അത് ഉഷാനാൾ അബൂ സുഫിയാൻ അയാൾ കൂടെയുള്ള ആൾമാർ ഇങ്ങനെല്ലാം പോയിട്ട് തിരിച്ചു വരുമ്പോ ഈ വഹി വേണ്ട രണ്ട് ഓപ്ഷൻ അല്ലാഹു വെച്ച സൂറത്ത് അംഫാൽ പ്രാരംഭത്തിലെ അത് അല്ലാഹു ചൊന്ന അംഫാൽ തുടങ്ങുന്ന ഒരു കാരണമായത് ബദറിനും ഇമാമിയ ചെന്നത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ ഈ ആയത്ത് വന്നു ഇത് ഒരു വിഭാഗം ഇങ്ങനെ വേണ്ട ഞങ്ങളെ ശത്രുക്കൾ ഹർബിയായ കാഫർ രക്തത്തെ മേൽ ദാഹമുള്ള മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടു മദീന ജാലുകൂടി അങ്ങ് മക്കത്ത് കൊണ്ടു ഇന്നൊരു വിഭാഗം ഇങ്ങനെ എന്റെ ആറ്റങ്ങളിൽ ഞങ്ങളെ തടുക്ക വേണ്ടി വേണ്ട ഒരു വിഭാഗം മക്കത്തുള്ളൂ ഈ ജണ്ടിനെ ഞങ്ങൾ ഏതിനെ തടസ്സാക്കണോ എന്നുള്ളത് ഇത് തുടങ്ങിയ ആയത്തിൽ കൂടി അള്ളാഹു പ്രാരംഭിക്കാം ഓപ്ഷൻ ജണ്ട് വെച്ച് അള്ളാഹു ഏതാ എല്ലാവരും ഇഷ്ടേത് അടിപിടിയല്ല പിന്നെ കിതാലല്ല ജിഹാദല്ല യുദ്ധമല്ല അപഹരിച്ച് സ്വത്തുകളെ വലിച്ചെടുക്കുക അള്ളാഹു ചെന്ന എനിക്ക് നൊമ്പലാവുന്ന കാലം ജിഹാദിനും ത്യാഗത്തിനും സാക്രിഫൈസിങ് നിങ്ങൾ റെഡിയുള്ള ആരെങ്കിലും കിട്ടിയെങ്കിൽ എല്ലാവരും സുലഭതല്ലേ ആരല്ലോ കഷ്ടപ്പെട്ട് വേണോ 10 എടുത്ത് തിന്നലല്ലേ സുലഭ പക്ഷെ അള്ളാഹു തിരിഞ്ഞ ഇങ്ങനെ അള്ളാഹുടെ ഓർഡർ
ഇബ്നു ഹിശാം ചൊല്ലും 313 ആള്, 8 ആൾ കുറവുള്ള ആൾമാർ. 8 ആൾ ഒന്ന് ചെന്നാൽ മദീന സിറ്റി നോക്കുന്നു, ഒന്ന് ചെന്നാൽ പ്രതി ഒരു ഔട്ട് സ്ക്വാഡ് വർക്ക് പോലെ ആരെങ്കിലും സിയടിമാർ ബണ്ടറ എന്ന് അറിയണം. പിന്നെ കുറെ ആൾ രോഗികളായി ഔട്ട് ബാക്കിയായ ആ കൂട്ടത്തിൽ ഉസ്മാൻ അഫ്ഫാനും ജിഹാദ് പോയിട്ടില്ല, ബദറിൽ പോയിട്ടില്ല. റുഖിയ എന്നുള്ള പെണ്ണിങ് ജോർ സീക്കായതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾ അവരെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷേ കൂലിയോ ബദറിലെ കൂലി. എന്റെ ബദർ അങ്ങനെ ഹൃദയാംഗമായ നിലയിൽ ബദറുണ്ട്. അതിക്ക് ബദർ അങ്ങനെ ഒരു 308 ആൾ, ടോട്ടൽ 313 തപ്പല്ല. പക്ഷെ ആ രംഗത്ത് എത്തിയ ഒരു 2 കുതിര, എല്ലുവോ എമ്പോ വണ്ട് വലിയ മാർച്ചയാക്കി വലിയ പ്രയോഗശാലയിൽ യുദ്ധത്തെ ബഗിൽ പഠിക്കാത്ത സഹാബത്ത് എന്നെ പഠിച്ചിട്ട് പെട്ടെന്ന് പോകും, ഈ ദീൻ ബാക്കിയാവും. അതിനുവേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലാവസരനെ ഹസൻ നിസ്കരിച്ചിട്ടുള്ള യോജനയ്ക്ക് അള്ളാഹു തീരുമാനം. നാളെ സുബൈക്ക് ഞങ്ങൾ പോകണം, അള്ളാഹിന്റെ കാലത്തെ മുട്ട പോയി അല്ല ആ ജാഗയിൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. إذ تستغيثون ربكم فاستجاب لكم أني ممدكم. നിങ്ങൾ അല്ലാഹുവിനെ തേടി അല്ലാഹ് മാത്രമേ നക്കുള്ളേണ്ടി ചെന്നക. നിന്റെ നേർച്ചയും നിന്റെ ബലിയും നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിന്റെ ഇടപാടും എല്ലാം നിക്ക് മാത്രം എന്ന് പഠിച്ചു. അതുകൊണ്ട് ഇവിടെ ഈ ആയിട്ടിറങ്ങിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കൂട്ടി ദുആ നബി അല്ലാഹു റസൂൽ ബഗ്ഗി നെറ്റി പൊയ്യലെത്തി ചട്ടല്ലാക്കിയിരുന്നു. ഈ 300 ആൾമാർ മാത്രമേ നിന്റെ അല്ലാഹ്, നീ മാത്രം അല്ലാഹ്